അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന പാഠമായിട്ടാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ആൻഡ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ മോഡൽ, എല്ലാ ക്വസ്റ്റ്യനും, എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം, സബ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ സ്കോർ ചെയ്യണമെങ്കിൽ, ഈ ഒരു ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ആൻഡ് അതിനുശേഷം ഓരോ ക്വസ്റ്റ്യൻസിലെല്ലാം നമുക്കൊന്ന് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കാനാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോയാലോ? യെസ്, അപ്പോൾ എന്താണ് ഈ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്? പോളിനോമിയൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മെനി ടേംസ് അല്ലേ, ഒത്തിരി ടേംസ് എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നതാണ് ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഒത്തിരി എന്താണ് ഡിഗ്രി, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എല്ലാം പറയുന്നുണ്ട് അല്ലേ? എന്നാൽ ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ മീൻസ് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ജനറൽ ഫോം എഴുതുവാണ് AX + B. ഓക്കെ, ഇവൻ എങ്ങനെയാണ് ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് മനസ്സിലായത്? എക്സിൻ്റെ ഹയസ്റ്റ് പവർ നോക്കണം അല്ലെ? എക്സിൻ്റെ ഏറ്റവും വലിയ പവർ നോക്കിയിട്ടാണ് ഇവൻ്റെ ഡിഗ്രി നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ എക്സിൻ്റെ പവർ ഏറ്റവും വലുത്, അതായത് ഒരേ ഒരു എക്സ് ഉള്ളു അല്ലേ? AX + B ഒരേ ഒരു എക്സ് ഉള്ളൂ. ആ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ ഒന്നുമില്ല. അതിനർത്ഥം അവിടെ എന്തുണ്ടെന്നാണ്? 1 ഉണ്ടെന്നാണ്. സോ ഈ AX + B എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്, ഒന്നാം കൃതി ബഹുപദമാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഞാനൊരു ജനറൽ ഫോം എഴുതാം. അവൻ്റെ AX² + BX + C. ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട് അല്ലേ? എക്സിന്റെ ഹയസ്റ്റ് പവർ നോക്കണം. എക്സിന്റെ ഹയസ്റ്റ് പവർ ഇവിടെ എത്രയാണ്? 2 ആണ് അല്ലെ? ഇവിടെ വെറുതെ എക്സ് എഴുതിയിട്ടുള്ളൂ, അതിനർത്ഥം അവിടെ 1 ഉണ്ടെന്നാണ്. പക്ഷേ നമ്മളിവിടെ ഡിഗ്രി നോക്കുന്നത് ഹയസ്റ്റ് പവർ വെച്ചിട്ടാണ് അല്ലേ? എക്സിന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇവനൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ്, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലും വരാൻ സാധ്യതയുള്ള ഒരാളാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇവനാണ്. അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ്, രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലം എന്തായിരിക്കും? അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും, രണ്ടാം കൃതി ബഹുപദമായിരിക്കും. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? നിങ്ങൾ ഓൾറെഡി ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. എന്നാൽ കൂടിയും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാട്ടോ എല്ലാ ഒരു സെക്ഷനും. അതുകൊണ്ടാണ് ആദ്യം മുതലേ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യുക, നേരെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാ നോക്കിയേക്കാം. രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അല്ലെ, രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ, ഗുണിച്ചാൽ അവരുടെ ഗുണനഫലം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വാക്യം, ഈ ഒരു സെന്റൻസ് മൈൻഡിൽ വെക്കുക കേട്ടോ. ഓക്കെ, കാരണം ഇവനെ വെച്ചിട്ട് ഉറപ്പായും ചോദ്യം ഉണ്ടാകും, ഇന്ന് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ മിസ് ഒരു എക്സാമ്പിൾ തരാം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തരാം. എന്ത് വേണം? ഏറ്റവും സിമ്പിൾ x + 1 × x + 2. അതായത് x + 1 x + 2 ഇൻറ്റു ചെയ്യണം. നമുക്കറിയാമല്ലേ, ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഇൻറ്റു ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം x കൊണ്ട് ഇൻറ്റു ചെയ്യാം. x × x, x² + x × 2, 2x + 1 × x, x + 1 × 2, 2. ഓക്കെ ആണോ? സെറ്റാണ്. ദാറ്റ് ഈസ് x² + 2x ഉം കൂട്ടിയാൽ എത്ര x ആയി? 3x + 2. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ആയി. അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, എക്സിൻ്റെ പവർ 1 ആണ്, ഇവിടെയും എക്സിൻ്റെ ഹയസ്റ്റ് പവർ 1 ആണ്. അപ്പോൾ ഇത് രണ്ടുപേരും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്, ഒന്നാം കൃതി ബഹുപദങ്ങളാണ്. ഇവരെ തമ്മിൽ ഗുണിച്ചപ്പോൾ, ഇവരെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ ഇവരുടെ ഗുണനഫലം, ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയല്ലോ. ഓക്കെ ആണേ? സെറ്റ് ആണേ? വളരെ ഇമ്പോർട്ടൻറ്റ്. മിസ് വീണ്ടും പറയുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് അല്ലെ, രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്താൽ, മൾട്ടിപ്പിൾ ചെയ്താൽ അവൻ്റെ ഉത്തരം ഉറപ്പായിട്ടത് ഒരു രണ്ടാം കൃതി ബഹുപദമായിരിക്കും, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. മൈൻഡിലേക്ക് കയറിയല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, ആൻഡ് ഇവനൊരു പ്രത്യേകത നിങ്ങൾ കണ്ടായിരുന്നോ? ഇവിടെ നോക്കിക്കേ, ഞാനിപ്പോൾ 1 പകരം ഞാൻ a എന്ന് കൊടുക്കുകയാണേ. x + a × b പകരം
സോറി 2ന് പകരം ബി, എക്സ് പ്ലസ് ബി. ഓക്കെ, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, അതായത് എക്ക് പകരം എ അല്ല 1ന് പകരം എയും 2ന് പകരം ബി എന്നും കൊടുത്തു. ഓക്കെ, 1ന് പകരം മിസ് എ കൊടുത്തു, 2ന് പകരം ബി എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2നെ നമുക്ക് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് എഴുതി. ഇവരുടെ ഉത്തരം വന്നത് ഇതാ നോക്കിക്കേ, എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ എക്സ് സെയിം ആണ്. ഓക്കെ, സെയിം ആണ്. എക്സ് സ്ക്വയർ പ്ലസ് ഈ 3 എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ 1ഉം ഈ 2ഉം കൂട്ടിയപ്പോൾ അല്ലേ നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ 1നും 2നും അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ 1ഉം 2ഉം എയും ബിയും ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എ പ്ലസ് ബി എന്ന് എഴുതാലോ. 1 + 2 ആണ് 3 കിട്ടിയത്. 1നും 2നും പകരം മിസ് ജസ്റ്റ് എയും ബി എന്ന് കൊടുത്തു. ഇൻറ്റു എക്സ് പ്ലസ് 2. എക്സ് ഒന്നും ഇല്ലാതെ കോൺസ്റ്റൻറ്റ് ടൈം ആണ് 2 എന്ന് പറയുന്നത്. അതായത് ഈ എ ഇൻറ്റു ബി അല്ലേ 2, അതായത് ഈ 1 ഇൻറ്റു 2 അല്ലേ 2 വന്നിരിക്കുന്നത്. അപ്പോൾ എ ഇൻറ്റു ബി, എ ബി എന്ന് എഴുതാം. മനസ്സിലായ? ഓക്കെ ആണോ? അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളെ മൾട്ടിപ്പിൾ ചെയ്താൽ, ഗുണിച്ചാൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും, നമുക്കൊരു രണ്ടാം കൃതി ബഹുപദം കിട്ടും. ഓക്കെ, ആൻഡ് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതൊന്ന് നോക്കിക്കേ, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. എക്സ് സെയിം ആണ്, 1ഉം 2ഉം വേറെ വേറെ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത് ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്താം എക്സ് സ്ക്വയർ. ആദ്യം അത് വ്യത്യാസമൊന്നുമില്ല, എക്സ് സ്ക്വയർ പ്ലസ് എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 2 പേരെ കൂട്ടുന്നതായിരിക്കും. 1 + 2 കറക്റ്റ് 3 വന്നില്ലേ? അവിടെ നിന്നാ നോക്കി, എ പ്ലസ് ബി, കണ്ടോ, എ പ്ലസ് ബി ഇൻറ്റു എക്സ് അതുപോലെ തന്നെ എഴുതി, പ്ലസ് എ ഇൻറ്റു ബി. 1 ഇൻറ്റു 2 ആണ് 2 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ജനറൽ ഫോം നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ഇവനെ നോക്കി വെച്ചോളൂ, ഇനി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇവനെ ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, അതായത് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തമ്മിൽ ഇൻറ്റു ചെയ്താൽ ഉത്തരം സെക്കൻഡ് ഡിഗ്രി കിട്ടും. എക്സ് സ്ക്വയർ ആദ്യം, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ അവരെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്, സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, എക്സ് ഒന്നും ഇല്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നത് അതേ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്പിൾ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. മനസ്സിലായ? ക്ലിയർ ആണ്? ഓക്കെ, ഒന്നും കൂടി ക്ലാരിറ്റി വരാനായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് 2 ചെയ്തു പോകാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. അതായത് നാ നോക്കിക്കേ, 2 പേരും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ, ഒന്നാം കൃതി ബഹുപദങ്ങളാണല്ലേ. നാ നോക്കി, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. എന്താ മിസ് പറഞ്ഞത്? 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ ഉത്തരം ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലേ. അപ്പോൾ ഇവനെ മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോൾ ഒരു ജനറൽ ഫോം പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് അല്ലെ, ആദ്യം എക്സ് സ്ക്വയർ, പിന്നെ എന്താണ് എ പ്ലസ് ബി അല്ലെ, എ പ്ലസ് ബി ഇൻറ്റു എക്സ്. അതായത് എക്സിൻ്റെ കൂടെയുള്ള നമ്പർ അവരുടെ സം ആയിരിക്കും, അവരുടെ തുകയായിരിക്കും, എ പ്ലസ് ബി പ്ലസ് അടുത്തത് എക്സ് ഒന്നും ഇല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കുന്നത് ആരാണ്? എ ഇൻറ്റു ബി, അതായത് എ ബി ആയിരിക്കും എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വരികയും ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്താണ്? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. ഓക്കെ, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5. ഇതാ നോക്കിക്കേ, ഫസ്റ്റ് എന്താണ്? എക്സ് സ്ക്വയർ തന്നെ വന്നു, പ്ലസ് എ പ്ലസ് ബി, അതായത് 2 + 5 എത്രയാണ്? 7x. 7 ഇൻറ്റു എക്സ് 7x പ്ലസ് എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 10. പെട്ടെന്ന് ആൻസറിലോട്ട് വന്നില്ലേ? ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ആൻസർ വന്നില്ലേ? മനസ്സിലായ? ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ജനറൽ ഫോം പഠിച്ചു കഴിഞ്ഞാൽ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, എക്സ് സെയിം ആണ്, ബാക്കി 2 നമ്പേഴ്സ് വേറെ വേറെയാണ്. അപ്പോൾ ഇതുപോലൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ മൾട്ടിപ്പിൾ ചെയ്യാൻ, അവരുടെ ഗുണനഫലം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ എക്സ് സ്ക്വയർ എഴുതി, പ്ലസ് ഈ 2 + 5 7x, ഇനി 2 ഇൻറ്റു 5 10. ഓക്കെ, ഇൻറ്റു ചെയ്യുന്നിടത്ത് എക്സ് ഇല്ല കേട്ടോ, എക്സ് ഇല്ല, കോൺസ്റ്റന്റ് ടൈം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാനായിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ? ഇതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കിയേക്കാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 അല്ലേ. അതായത് ഇവിടെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട്, ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യണം അല്ലേ, ഇവരുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻറ്റു ചെയ്യാൻ നമുക്ക് ക്രോസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല അല്ലേ, ഓൾറെഡി അറിയാം നമുക്ക്. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5. ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം എക്സ് സ്ക്വയർ, ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ആണ് അല്ലേ, എ
ബിയും കൂട്ടണം. അതാണ് എക്സിന്റെ കൂടെ വരുന്ന നമ്പർ. എ എന്ന് പറയുന്നത് 2 പ്ലസ് ബി എന്ന് പറയുന്നത് -5 കണ്ടോ, ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു ബി 2 ഇൻറ്റു -5. ഓക്കെ ആണോ? അതായത് ഈ ഒരു ഇക്വേഷനിലല്ലേ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി, ഈ എക്കും ബിക്കും പകരം എന്ത് കൊടുത്തു? 2 -5 കൊടുത്തു. ഓക്കെ, ഇനി കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, കാൽക്കുലേഷൻസ് നോക്കിയേക്കാം. x² മിസ് അതുപോലെ തന്നെ എഴുതി, പ്ലസ് 2 പ്ലസ് -5, പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ അത് എന്തായി പോകും? മൈനസ് ആയി പോകും. ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു -5, 2 ഇൻറ്റു 5 10, ഒരു മൈനസ് ഉള്ളത് കൊണ്ട് -10 എന്ന് വന്നു. ഓക്കെ, ഇനി x² മിസ് അതുപോലെ തന്നെ എഴുതി, പ്ലസ് 2 - 5, 2 എന്ന് പറയുന്നത് പോസിറ്റീവ്, 5 എന്ന് പറയുന്നത് നെഗറ്റീവ്. രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. അപ്പോൾ 5ന് 2 കുറച്ചാൽ ബാക്കി എത്രയാണ്? 1 2 3 3 അല്ലേ? 3 ഇൻറ്റു എക്സ് 3x. വലുതിന്റെ ചിഹ്നം എന്താണ്? 5ന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്, -3x. ഇവിടെ നോക്കിയേ, പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ അത് എന്തായി പോകും? -10 ആയി പോകും. ഓക്കെ, വീണ്ടും ഇപ്പോഴും ഫൈനൽ ആൻസർ എത്തിയിട്ടില്ല. x² ഇവിടെയും പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ മൈനസ് ആയി പോകും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നന്നായിട്ടൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അറിയാവുന്ന കുട്ടികളാണെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ കട്ട് ചെയ്ത് നേരെ എഴുതി പോവാം. ഓക്കെ, മിസ് അതുപോലെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ടാട്ടോ ഇത്ര ഡീറ്റെയിൽ ചെയ്ത് എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിക്കേ, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെ, 2 ഒന്നാം കൃതി ബഹുപദങ്ങൾ തമ്മിൽ ഗുണിച്ചപ്പോൾ എനിക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഓക്കെ ആണോ? ഇവരെ തമ്മിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ, ഇവരെ തന്നെ കിട്ടും കേട്ടോ നമുക്ക് ആൻസർ. ഇനി ഇവിടെ നോക്കിക്കേ, 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇൻറ്റു ചെയ്തപ്പോൾ ഗുണിച്ചപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെ ഉത്തരം വന്നു. ഇതാണ് മിസ് നേരത്തെ ആദ്യം മുതലേ പറഞ്ഞത്. എന്താണ്? 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, 2 ഒന്നാം കൃതി ബഹുപദങ്ങൾ തന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യരുത്. ഇതേ രീതിയിൽ ഡയറക്റ്റ് നമുക്ക് ആൻസറിലോട്ട് വരാൻ പറ്റും. നേരെ ഇത് x പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് x² പ്ലസ് എക്സിൻ്റെ കൂടെയുള്ളത് എ പ്ലസ് ബി, എക്സ് ഒന്നുമില്ലാതെ കിടക്കുന്നത് എ ഇൻറ്റു ബി. ഓക്കെ, നേരെ ആ നമ്പേഴ്സ് അങ്ങ് ചെയ്തു പോവാം. ഓക്കെ ആണല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെന്തായാലും തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് നേരെ തിരിച്ച് നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറയും, ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, എന്താണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയേക്കാം. മിസ് 3ൻ്റെ ഫാക്ടർ എഴുതുന്നു. 3ൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 3 ചെയ്താൽ 3 കിട്ടും അല്ലേ? 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ 1ഉം 3ഉം എന്തിൻ്റെ ഫാക്ടറാണ്? 3ൻ്റെ ഫാക്ടർ ആയിരിക്കും. ഇനി 6, 1 ഇൻറ്റു 6 ചെയ്താൽ 6 കിട്ടും, 2 ഇൻറ്റു 3 ചെയ്താൽ 6 കിട്ടും. അങ്ങനെയാണെങ്കിൽ 3ഉം 2ഉം 6ഉം 1ഉം എന്തിൻ്റെ ഫാക്ടേഴ്സാണ്? ഘടകങ്ങളാണ്, 6ൻ്റെ ഫാക്ടേഴ്സാണ്. അതായത് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അല്ലേ, ഇവൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇവനുണ്ട്. അതുകൊണ്ട് എന്താണ്? 6ൻ്റെ ഫാക്ടേഴ്സാണ് ഈ 2, 3, 6, 1 എല്ലാം. അങ്ങനെയാണെങ്കിൽ അല്ലേ, 1 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 6 കിട്ടുന്നു. അപ്പോൾ 6ൻ്റെ ഫാക്ടേഴ്സാണ് 1ഉം 2ഉം. 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6 കിട്ടുന്നു. അപ്പോൾ 2ഉം 3ഉം 6ൻ്റെ ഫാക്ടേഴ്സാണ്. നോക്കിക്കേ, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5 ചെയ്തപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് അല്ലേ ഇവർ രണ്ടുപേരും? ഘടകങ്ങളല്ലേ? ഇപ്പോൾ ഫാക്ടേഴ്സ് മനസ്സിലായോ പോളിനോമിയലിൽ വരുമ്പോൾ? ഓക്കെ, അതായത് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഫാക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും. ഇവൻ്റെ ഫാക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും. കാരണം ഇവനെ കിട്ടണമെങ്കിൽ ഇവനെ കിട്ടിയത് ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്പിൾ ഗുണിച്ചപ്പോഴാണ്. മനസ്സിലായ? 3ൻ്റെ ഫാക്ടേഴ്സാണ് 1ഉം 3ഉം. കാരണം 1ഉം 3ഉം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റു ചെയ്യുമ്പോൾ 3നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവൻ ഫാക്ടേഴ്സാണെന്ന് പറയുന്നു. സോ ഇവനെ കിട്ടുന്നത് ഇവരെ രണ്ടുപേരെയും ഗുണിക്കുമ്പോഴാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ്? ഇവൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ ആണോ? സെറ്റാണോ? ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്താണെന്നൊരു ഐഡിയ വന്നല്ലോ. സെറ്റാണല്ലോ? ഇതെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, എന്നാലും ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവുമെങ്കിലോ കുറച്ച് പേരെങ്കിലും. അപ്പോൾ അവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സെറ്റാണോ?
ഓക്കെ, യെസ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി മിസ് പറയാം, ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ മൾട്ടിപ്പിൾ ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റ് ഗുണനഫലം കാണാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു, ഈ ഒരു ജനറൽ ഫോമിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരാളെ തന്നിട്ട് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആ ഫാക്ടേഴ്സ് ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ പറയുന്നു. ഓക്കെ, ഭയങ്കര സിമ്പിൾ. ഇതാ നോക്കിക്കേടാ, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ കിട്ടണമെങ്കിൽ ഏതോ രണ്ടുപേരെ തമ്മിൽ കൂട്ടണം. അതെ, ഈ 2ഉം 5ഉം കൂട്ടിയപ്പോഴല്ലേ 7 കിട്ടിയത്. മനസ്സിലായ? ഓക്കെ ആണോ? അതേ 2ഉം 5ഉം ഇവനെ കൂട്ടുമ്പോൾ കിട്ടിയ ആ നമ്പേഴ്സ് തന്നെ രണ്ടുപേരെയും ഇൻറ്റു ചെയ്തപ്പോഴല്ലേ 10 കിട്ടിയത്. അത് തന്നെയല്ലേ നമ്മളിവിടെയും എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ബിലോ. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഇതേ രീതിയാണ് ചെയ്യേണ്ടത്. അതായത് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതി നോക്കൂ എന്നാണ് പറയുക. എഴുതി നോക്കിയേക്കാം അല്ലേ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് എഴുതുവാണേ. എന്താണ്? x² പ്ലസ് x മൈനസ് 6. ഓക്കെ, x² പ്ലസ് x മൈനസ് 6 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് പോളിനോമിയൽ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പോളിനോമിയലിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, ഘടകങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഏതോ 2 ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു ചെയ്തപ്പോഴാണ് സെക്കൻഡ് ഡിഗ്രി കിട്ടിയത് അല്ലേ? ആ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് രണ്ടുപേരെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, അതായത് x² പ്ലസ് അവിടെ ആരുമില്ല, അതിനർത്ഥം 1 ഉണ്ടെന്നാണ് അല്ലേ? 1 × x തന്നെയാണ് അല്ലേ? എക്സിൻ്റെ കൂടെയുള്ള നമ്പർ കിട്ടണമെങ്കിൽ ഏതോ 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടണം, അതായത് a പ്ലസ് b ചെയ്യണം. എയും ബിയും ഏതോ നമ്പേഴ്സാണ് അല്ലേ? അപ്പോൾ എയും ബിയും കൂട്ടുമ്പോഴാണ് 1 കിട്ടേണ്ടത്. a പ്ലസ് ബി ചെയ്യുമ്പോൾ 1 വരണം. എക്സ് ഒന്നും ഇല്ലാത്ത നമ്പർ എന്ന് പറയുന്നത് അതേ 2 സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യണം, അതായത് a ഇൻറ്റു ബി. എ ബി ചെയ്യുമ്പോൾ -6 വരണം. ഇത് തന്നെയല്ലേ നേരത്തെ ചെയ്തത്? മനസ്സിലായോ? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പറാണ്, അതേ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് എക്സിൻ്റെ എക്സ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന കോൺസ്റ്റൻറ്റ്. അതായത് ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ -6 വരിക. ഓക്കെ, ആ 2 നമ്പേഴ്സ് കണ്ടുപിടിച്ചാൽ പോരെ? ആൻസർ കിട്ടില്ലേ? x പ്ലസ് എ ഇൻറ്റു x പ്ലസ് ബി എന്ന് എഴുതിയാൽ പോരെ? അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ആ എയും ബിയും കണ്ടുപിടിക്കണം. ഇൻറ്റു ചെയ്യുമ്പോൾ -6 വരണം. ഇൻറ്റു ചെയ്യുമ്പോൾ 6 വരുന്നതായിരിക്കാണ് 1 × 6, 2 × 3. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ചെറിയ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിച്ച് പോവാം കേട്ടോ. ഓക്കെ, ഇൻറ്റു ചെയ്യുമ്പോൾ -6 വരണമെങ്കിൽ 1 × 6ൽ ഒന്നില്ലെങ്കിൽ -1 × 6 ആവണം, അല്ലെങ്കിൽ 1 × -6 ആവണം, അല്ലെങ്കിൽ -2 × 3 ആയിരിക്കണം, അല്ലെങ്കിൽ 2 × -3 ആയിരിക്കണം. കാരണം ഇവരെല്ലാവരെയും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ -6 എന്ന് തന്നെ ഉത്തരം വരും അല്ലേ? -1 × 6 -6, 1 × -6 -6, -2 × 3 -6, 2 × -3 തന്നെ വന്നു അല്ലേ? 4 നമ്പേഴ്സ് കിട്ടി. ഇതിലാരാണ് ശരി ഉത്തരം എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് സെറ്റായി. ഇനി അതേ 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ 1 ഉത്തരം വരണം അല്ലേ? അപ്പോൾ 1 വരണമെങ്കിൽ -1 ഉം 6ഉം തമ്മിൽ കൂട്ടിയാൽ 1 വരും? ഇല്ല. 1ഉം -6ഉം കൂട്ടിയാൽ 1 വരുമോ? ഇല്ല. ഇനി ഇതാ നോക്കാം, 2 പേര് കൂടി ഉണ്ട് അല്ലേ? -2ഉം 3ഉം കൂട്ടിയാലാണോ 1 വരുന്നത്? 2ഉം -3ഉം കൂട്ടിയാലാണോ 1 വരുന്നത്? 1 എന്ന് പറയുന്നത് പോസിറ്റീവാണ് അല്ലേ? പോസിറ്റീവ് കൂട്ടുമ്പോൾ കിട്ടണമെങ്കിൽ ആ കൂട്ടുന്നതിൽ വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ 3 അല്ലേ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്? 3ഉം -2ഉം കൂട്ടിയാൽ കറക്റ്റ് 1 എന്ന് തന്നെ വന്നു. അപ്പോൾ എല്ലാ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് -2ഉം 3ഉമാണ്. -2 × 3 ചെയ്യുമ്പോൾ -6 വരും, -2 + 3 ചെയ്യുമ്പോൾ +1 ഉത്തരവും വരും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ എയും ബിയും ഈ 2 പേരെയായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അതാ നോക്കാം. ഇവൻ്റെ ഉത്തരം എന്ന് പറയുന്നത് x പ്ലസ് എ ഇൻറ്റു x പ്ലസ് ബി ആണ്. ദാറ്റ് ഈസ് x പ്ലസ് അല്ല, ആദ്യം നമുക്ക് x -2, അതായത് ഒരെണ്ണം -2 ആണ് ആൻഡ് ഒരെണ്ണം +3 ആണ്, x + 3. ഓക്കെ ആണോ? നേരെ തിരിച്ച് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ.
എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. 2 പ്ലസ് 3 ചെയ്താലും 3 പ്ലസ് 2 എന്ന് എഴുതിയാൽ 2 ഇൻറ്റു 3 എന്ന് എഴുതിയാലും 3 ഇൻറ്റു 2 എന്ന് എഴുതിയാലും ഉത്തരം 6 അതുകൊണ്ട് ഇൻറ്റു ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് എഴുതിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഇതിലും കൂടി ഒന്ന് നോക്കിയാലോ. 2 പേരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. അതായത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ചെയ്യുമ്പോൾ ഇവനെ തന്നെ കിട്ടും നമുക്ക്. നോക്കി മൈനസ് 2ഉം പ്ലസ് 3യും ആഡ് ചെയ്യുമ്പോൾ 1, അതായത് കോഎഫിഷ്യൻറ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അതേ 2 നമ്പറിന് ഇൻറ്റു ചെയ്തപ്പോൾ എന്ത് വന്നു, -6 കിട്ടി. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് ആക്ച്വലി. ആ ഒരു ഐഡിയ വന്നാൽ വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്കൊക്കെ എത്താൻ പറ്റും. ഓക്കെ ആണോ, സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളായിട്ടോ, പെട്ടെന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 6. ഓക്കെ, ചെയ്തേക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 6. ഇവിടെ നോക്കുക, എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള നമ്പർ കിട്ടണമെങ്കിൽ ഏതോ 2 പേരെ നമ്മൾ കൂട്ടണം അല്ലേ. അതായത് എ പ്ലസ് ബി ചെയ്യുമ്പോഴാണ് 7 വരുന്നത്. അതേ നമ്പേഴ്സ് എയും ബിയും ഇൻറ്റു ചെയ്യുമ്പോൾ 6ഉം വരണം. അതായത് എ ഇൻറ്റു ബി 6 വരണം. ഓക്കെ ആണോ? അപ്പോൾ അതാ നോക്കിക്കേ, എ പ്ലസ് ബി ചെയ്യുമ്പോൾ 7ഉം എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ 6ഉം വരണം. 1 ഇൻറ്റു 6 കിട്ടി. 1 പ്ലസ് 6 7 കിട്ടി. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റിയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ സംഖ്യകൾ ആരൊക്കെയാണ്? 1ഉം 6ഉം. ഉത്തരം എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 6. ഇവനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഡിഗ്രി തന്നെ ഉത്തരം വരും ഇൻറ്റു ചെയ്യുമ്പോൾ. ക്ലിയർ ആയോ? ഇത് കണക്റ്റ് ആയോ നിങ്ങൾക്ക്? സെറ്റാണോ? വളരെ 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നെടുക്കുന്നതെല്ലാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ടാണോ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് വലിയ ആൾക്കാരെ പരിചയപ്പെട്ടാലോ? ഓക്കെ, വലിയ നമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ പ്ലസ് ചെയ്താൽ 7, ഇൻറ്റു ചെയ്താൽ 6 പകരം ഒരു 3 ഡിജിറ്റ് നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ, ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഔട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിസ് ഒന്ന് വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദി പോളിനോമിയൽസ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. കണ്ടോ, ആ ഘടകങ്ങളായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് അവൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. എല്ലാ ചോദ്യവും നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്തത് തന്നെയാണ് ആൻസർ വരുന്നത് കേട്ടോ. ആ ഒരു മെത്തേഡ് തന്നെയാണ്. ഇവിടെ ചെറിയൊരു വ്യത്യാസം വരും, കാരണം ഇവിടെ 3 ഡിജിറ്റ് നമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സ് ആയതുകൊണ്ടാണ് കൂട്ടുമ്പോൾ ഇത് വരുന്നു, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 6 വരുന്നു എന്നൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വേഗം ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് 30x പ്ലസ് 221. ഇത് എഴുതുവാണ്, എക്സ് സ്ക്വയർ പ്ലസ് 30x പ്ലസ് 221. യെസ്, എക്സ് സ്ക്വയർ ഓഫ് ഫുള്ള് ലൈൻ ആയില്ലല്ലേ. ഇങ്ങനെ ഫുള്ള് ലൈൻ ആയില്ലെങ്കിലും ഇങ്ങനെ വളഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരണം. അതങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ബുക്കൊക്കെ ഇങ്ങനെ നേരെ വെക്കണം. ഇങ്ങനെ ചരിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്, എന്താണെന്നറിയില്ല. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് 30x പ്ലസ് 221. എക്സ് സ്ക്വയർ പ്ലസ് 30x പ്ലസ് 221 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ആണോ? നമുക്കറിയാം, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയർ, ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ് കേട്ടോ. ശ്രദ്ധിക്കാം, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഏതോ 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ കിട്ടുന്നത്. അതായത് എ പ്ലസ് ബി, എക്സ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന നമ്പർ എന്ന് പറയുന്നത് അതേ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ 221 കിട്ടണം. അപ്പോൾ മിസ് എടുത്ത് എഴുതാൻ പോകുന്നു. ഇതാ നോക്കാം, എ പ്ലസ് ബി ചെയ്യുമ്പോൾ 30 വരണം. എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ 221 വരണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? 221 വരണം. അപ്പോൾ ഇതുപോലൊരു വലിയ നമ്പേഴ്സൊക്കെ തന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്, നേരെ അവൻ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു മാർഗവും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാർഗമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a plus b the whole square minus 4ab. It's very very important. ഓക്കെ, ഇന്ന് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി 30 ആണ്. ഓൾറെഡി നമ്മൾ ആ ഇക്വേഷന് പോളിനോമിയൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 30 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി.
4 ഇൻറ്റു എ ബിയും നമ്മൾക്കറിയാം 221 അല്ലേ, 221. ദാറ്റ് ഈസ് 900 മൈനസ് 4 ഇൻറ്റു 221 884. ഓക്കെ, ദാറ്റ് ഈസ് 900 മൈനസ് 884. 6 കൂട്ടിയാൽ 90 ഒരു 10 കൂടി കൂട്ടിയാൽ 16. ഒന്നുമില്ല, വെറുതെ ഒന്ന് മൈനസ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, 16 എന്ന് വന്നു. അതായത് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ അല്ലേ 16 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ നോക്കാം. എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന 16. ഇതിൽ നിന്നും എ മൈനസ് ബി കണ്ടുപിടിക്കാൻ സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് 16 ഇവിടെ ശ്രദ്ധിക്കാം, പ്ലസ് ഓർ മൈനസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്ലസ് ഓർ മൈനസ് റൂട്ട് 16 ആണ് വരാൻ സാധ്യത. യെസ്, പ്ലസ് ഓർ മൈനസ് ആണ്. അതായത് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. അതായത് പ്ലസും വരാൻ സാധ്യതയുണ്ട്, മൈനസും വരാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 4 എന്ന് കിട്ടി. ഞാൻ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പ്ലസ് എടുത്ത് ചെയ്താലും മൈനസ് എടുത്ത് ചെയ്താലും ആൻസർ കറക്റ്റ് തന്നെ വരും, ഒന്ന് തിരിഞ്ഞു വരുന്നുള്ളൂ. ഓക്കെ, എക്ക് പകരം ബി വരും, ബിക്ക് പകരം എ വരും. രണ്ട് ആൻസേഴ്സും കറക്റ്റ് ആയിരിക്കും. മിസ് ആകെ ഒരെണ്ണം ചെയ്യുന്നുള്ളൂ, എക്സാമിനും ഒരെണ്ണം ചെയ്താലും മതി, നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ വരും. അതുകൊണ്ട് ഞാൻ മിസ് എടുക്കാൻ പോകുന്നു. എ മൈനസ് ബി ഈസ് ഈക്വൽ ടു +4 +4 എടുത്തു. ഇതിന് വലിയ കഥ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താണോ എ മൈനസ് ബി ഈക്വൽ ടു 4 കിട്ടി, നേരെ റൂട്ട് 16 4 ചെയ്താൽ 4 വെച്ചിട്ട് കണ്ടുപിടിക്കുക, ആൻസർ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടി, 4 ഞാൻ എടുത്തു. നമുക്ക് എ പ്ലസ് ബി 30 ആണെന്നറിയാം, എ മൈനസ് ബി 4 ആണെന്നറിയാം. രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്താൽ പോരെ എ അല്ലെങ്കിൽ ബി കിട്ടും. അപ്പോൾ നോക്കാം, എ പ്ലസ് ബി ഈക്വൽ ടു 30. ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആദ്യം കണ്ടുപിടിച്ചത്. ആൻഡ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 4. ഇവരെ തമ്മിൽ കൂട്ടാം അല്ലേ. കൂട്ടുമ്പോൾ പ്ലസ് ബിയും മൈനസ് ബിയും പോകും, പിന്നെ എ മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ. എ പ്ലസ് എ 2a 30 + 4 34. ഇതിൽ നിന്നും എ കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 എന്ത് ചെയ്യണം, ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കണം. നമുക്കറിയാം ഇൻറ്റു എന്നുള്ളത് എന്താകും, ഡിവിഷൻ ആകും അല്ലേ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 34 ഡിവൈഡഡ് ബൈ 2. സോ എ എന്ന് പറയുന്നത് 34 1 14 7. എ എന്ന് പറയുന്നത് 17 എന്ന് വന്നു. ഓക്കെ ആണോ? എ കിട്ടിയാൽ ഇനി ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താലും ബി കിട്ടും. നമുക്ക് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 30 എക്ക് പകരം 17 കൊടുത്തു നോക്കാം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 30. എക്ക് പകരം നമുക്കിപ്പോൾ 17 കിട്ടി കേട്ടോ. 17 + ബി ഈസ് ഈക്വൽ ടു 30. ബി കണ്ടുപിടിക്കാൻ +17 ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാം. ബി ഈസ് ഈക്വൽ ടു 30 - 17 എത്ര വന്നു, 13 എന്ന് വന്നു. ക്ലിയർ ആയോ? എയും കിട്ടി, ബിയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നേരെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം അല്ലേ. ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. എ എന്ന് പറയുന്നത് 17, ബി എന്ന് പറയുന്നത് 13 കിട്ടി. എങ്ങനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാം, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ് കിട്ടിയത്. എന്ത്, എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് പ്ലസ് 13. അതായത് ഈ ഒരു പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയത് എങ്ങനെയാണ്, ഈ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ മൾട്ടിപ്പിൾ ചെയ്തപ്പോഴാണ്, ഗുണിച്ചപ്പോഴാണ്. ഒന്ന് ഗുണിച്ച് വേണമെങ്കിൽ നോക്കിക്കോ, നോക്കേണ്ട ആവശ്യമില്ല, ആക്ച്വലി ഇത് തന്നെ വരും. ഓക്കെ, ഇനി നമുക്ക് -4 ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും നേരെ തിരിച്ചു വരും. എക്ക് പകരം 13, ബിക്ക് പകരം 17. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് ആൻസർ വന്നു കഴിഞ്ഞു കേട്ടോ. ഓക്കെ ആണോ, സെറ്റ് ആണോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, x² + 30h + 221 അല്ലേ. 221 എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നത്, എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് പ്ലസ് 13. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, രണ്ടാം കൃതി ബഹുപദത്തിൻ്റെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് ഈ രണ്ടുപേരും. കാരണം ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഇവരെ കിട്ടുന്നത്. ഓക്കെ ആണോ, സെറ്റാണോ, പക്കാ ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിലേ അടുത്തൊരു ചോദ്യം കൂടി നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്തു പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്യാം, അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് മനസ്സിലാകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്തു പോയേക്കാം. x² + 4x - 221. ഓക്കെ, x² + 4x - 221. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കിയേക്കാം. x² + 4x - 221. ഇവിടെയൊക്കെ മൈനസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഓക്കെ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്, എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എന്ന് പറയുന്നത് ഏതോ രണ്ടുപേരെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ്. എ പ്ലസ് ബി ചെയ്യുമ്പോഴാണ് 4 വരേണ്ടത്. ഇനി എക്സ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത് അതേ രണ്ട് നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് എയും ബിയും ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. രണ്ടുപേരെയും എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് എടുത്ത് എഴുതിയേക്കാം. ഈ രണ്ടുപേരെയും ഒന്ന് എടുത്ത് എഴുതിയേക്കാം.
എ പ്ലസ് ബി എന്ന് പറയുന്നത് 4 എ ഇൻറ്റു ബി എന്ന് പറയുന്നത് -221 ഓക്കെ. നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ കൂട്ടുമ്പോൾ 4 ഗുണിക്കുമ്പോൾ 221 -221 കുറച്ച് വലിയ നമ്പേഴ്സ് ആണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്താണ്? a minus b the whole square is equal to a plus b the whole square minus 4ab അങ്ങ് ഇട്ട് കൊടുക്കാം. a plus b the whole square, a plus b എത്രയാണ്? 4. അപ്പോൾ a plus b the whole square എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി, 4 ഇൻറ്റു എ ബി എത്രയാണ്? -221. ദാറ്റ് ഈസ് 4ൻ്റെ സ്ക്വയർ 16 മൈനസ് 4 ഇൻറ്റു 221, വെറും 221 അല്ല, -221, ദാറ്റ് ഈസ് -884 എന്ന് വരും. ഓക്കെ ആണോ? ഇവിടെ നോക്കിക്കേ, 16 മൈനസും മൈനസും അടുത്തടുത്ത് വന്നാൽ എന്താകും? പ്ലസ് ആകും. +884 എത്ര വന്നു? 900 എന്ന് നമുക്ക് ആൻസർ വരും കേട്ടോ. 010 എന്ന് നമുക്ക് ആൻസർ വരും. ഓക്കെ ആണോ? അതായത് a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എത്ര വന്നു? 900 വന്നു. ഓക്കെ ആണോ? ഇതിൽ നിന്ന് ഇനി നമുക്ക് a മൈനസ് ബി കണ്ടുപിടിക്കാമല്ലോ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്തില്ല അത് തന്നെ. ഇനിയിപ്പോൾ മിസ്സിൻ്റെ കൂടെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് അടിച്ച് കളഞ്ഞിട്ട് നോക്കാം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്ന് മറിച്ച് നോക്കിയിട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തനിയെ വന്നോളും ചെയ്യാനായിട്ട്. ഓക്കെ, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതിയേക്കാം. a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 900. a മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 900 ആണ്. ഇതിൽ നിന്നും a മൈനസ് ബി കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാം. a മൈനസ് ബി ഇസ് ഈക്വൽ ടു സ്ക്വയർ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ റൂട്ട് ആവും. പ്ലസ് ഓർ മൈനസ് ആണ്, അതായത് a മൈനസ് ബി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √900 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30. ഓക്കെ ആണോ? സെറ്റ് ആണോ? മൈനസും പ്ലസും വരും. ഞാനിപ്പോൾ പ്ലസ് മാത്രം എടുക്കുന്നുള്ളൂ, ഓൾറെഡി നമുക്ക് ആൻസർ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. a മൈനസ് ബി എന്ന് പറയുന്നത് 30 എടുത്തു കഴിഞ്ഞാൽ നോക്കാം, a പ്ലസ് ബി 4 ആണ്. a പ്ലസ് ബി 4, a മൈനസ് ബി ഇപ്പോൾ കിട്ടി 30. രണ്ടുപേരെ തമ്മിൽ കൂട്ടിയാൽ പോരെ? അപ്പോൾ ബി അങ്ങ് പോകും, പ്ലസ് ബിയും മൈനസ് ബിയും പോയി. എയും എയും കൂട്ടിയാൽ 2a, 30ഉം 4ഉം കൂട്ടിയാൽ 34. a കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 എന്ത് ചെയ്യുക? ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു 34 ഡിവൈഡഡ് ബൈ 2. നേരത്തെ ആൻസർ തന്നെ വന്നല്ലേ. a എത്ര വന്നു? 17 എന്ന് വന്നു. ഓക്കെ, a കിട്ടി. ഇനി b കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരാൾ എന്താ എക്ക് പകരം 17 അങ്ങ് ഇട്ട് കൊടുക്കാം. a പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4ൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. a പ്ലസ് ബി ഈക്വൽ ടു 4. ഓക്കെ, യെസ്, എക്ക് പകരം എന്ത് കൊടുത്തു? 17 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4. ഇതിൽ നിന്നും ബി കണ്ടുപിടിക്കാൻ +17 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ -17 ആകും. 4 -17. സോ ബിയുടെ ആൻസർ എത്ര വന്നു? 4 പോസിറ്റീവാണ്, 17 നെഗറ്റീവാണ്. രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ. ഓക്കെ, സൈനും ചിഹ്നം കൂടി മിക്സ് ആയി പോയതാ. ഓക്കെ, എന്താണ് ചിഹ്നം ഇടണം. അപ്പോൾ 17ൽ നിന്ന് 4 പോയാൽ 13, 17ൻ്റെ ചിഹ്നം മൈനസ്. ഓക്കെ, രണ്ടുപേരെയും കിട്ടിയില്ലേ? ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടോ എക്സ് പ്ലസ് എയും എക്സ് പ്ലസ് ബിയും എഴുതാനായിട്ട്? അപ്പോൾ നമുക്ക് അടുത്ത ഫൈനൽ ആൻസർ, അടുത്ത ക്വസ്റ്റൻ അല്ല ഫൈനൽ ആൻസറിലേക്ക് പോവാം. ഇവിടെ എഴുതി അവസാനിപ്പിക്കരുത് കേട്ടോ. നിങ്ങൾ എല്ലാം ചെയ്യും, ഭംഗിയായിട്ട് ചെയ്യും, എന്നിട്ട് a 17ഉം b -13 എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. അങ്ങനെയല്ല, ഫാക്ടേഴ്സായിട്ട് എഴുതിയിട്ട് വേണം അവസാനിപ്പിക്കാൻ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ അതേപോലെ തന്നെ ആൻസർ നമുക്ക് എഴുതി അവസാനിപ്പിക്കണം. ഓക്കെ, അപ്പോൾ a എന്ന് പറയുന്നത് 17, b എന്ന് പറയുന്നത് -13 കിട്ടി. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് -13, മൈനസ് ആയതുകൊണ്ട് -13. സോ നമുക്ക് ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം? x² പ്ലസ് 4x മൈനസ് 221. x² പ്ലസ് 4x മൈനസ് 221 എങ്ങനെ കിട്ടി? ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് മൈനസ് 13 ചെയ്തപ്പോഴാണ് കിട്ടിയത്. മനസ്സിലായോ? ഐഡിയ വന്നോ? അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവരുടെ ആരെ തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോഴാണ് ഇവരെ കിട്ടിയത്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ആ 2 മെത്തേഡ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ? ഒന്ന് ട്രാക്കിലോട്ട് വന്നോ? പോളിനോമിയൽസ് ഒത്തിരി സെക്ഷൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലേക്ക് ഏതാണോ ഐഡിയ വരുന്നത് നേരെ അങ്ങ് ചെയ്തു പോവാം. ഓക്കെ, ആൻസർ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത
സെക്ഷൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മൾ കണ്ടുപിടിച്ചത് ഇവൻ്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ അല്ലേ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ഇൻറ്റു ചെയ്യുമ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടുന്നു, അതൊക്കെയാണ് പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്ത സെക്ഷനിൽ വരുന്നത് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്നു. ഓക്കെ, എന്നാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അതൊരു ഇക്വേഷനിലോട്ട് മാറ്റുമ്പോൾ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ് സമവാക്യം എഴുതുന്നത് അല്ലേ. ഇവിടെ നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മിസ് പറഞ്ഞു തരാം എക്സാമ്പിൾ, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നോക്കാം. എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് മൈനസ് 13 ഈക്വൽ ടു 0 വരണമെങ്കിൽ, ഓക്കെ 0 വരണമെങ്കിൽ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ തരാം മിസ്. ഓക്കെ, 3 ഇൻറ്റു 2 0 ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ 3 0 ആകണം, അല്ലെങ്കിൽ 2 0 ആകണം. എന്നാലാണ് 0 ഇൻറ്റു 2 0, അല്ലെങ്കിൽ 3 ഇൻറ്റു 0 0 ആവാം. ഒന്നില്ലെങ്കിൽ 3 0 ആകണം, അല്ലെങ്കിൽ 2 0 ആകണം അല്ലേ. ക്ലിയർ അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരാൾ എന്തായി പോകണം? 0 ആയി പോകണം. ഓക്കെ, അപ്പോഴാണ് ഉത്തരം ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് മൈനസ് 13 0 വരണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എക്സ് പ്ലസ് 17 0 ആകണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 13 0 ആകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒന്നില്ലെങ്കിൽ എക്സ് പ്ലസ് 17 0 ആകണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 13 0 ആകണം. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ പ്ലസ് 17 ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 17, മൈനസ് 13 ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 13. ഇതാണ് എക്സിൻ്റെ സൊല്യൂഷൻസ്, എക്സിൻ്റെ വാല്യൂ. ഓക്കെ ആണ്, സെറ്റാണ്, മനസ്സിലായ? അതായത് നമുക്കിപ്പോൾ എക്സ് പ്ലസ് 17 എന്ന് പ്ലസ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ മൈനസ് 17 ആയിരിക്കും. ഓക്കെ, ഇവിടെ മൈനസ് 13 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ പ്ലസ് 13 ആയിരിക്കും. ഒന്നുമില്ല, ഇതുപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. അതായത് എക്സിൻ്റെ വാല്യൂസിന് കണ്ടുപിടിച്ച് തുടങ്ങാം. ഓക്കെ, മിസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു പോകാം. എന്താ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 meters ലോങ്ങർ ദാൻ ദി അതർ ആൻഡ് ഇറ്റ്സ് ഏരിയ ഈസ് 48 meter square. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്? അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് കേട്ടോ, ഒരു ചതുരമുണ്ട്. അപ്പോൾ ഞാൻ ചതുരം തന്നെ വരച്ച് തുടങ്ങാം. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരക്കാം. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ചതുരമുണ്ട്. അവൻ്റെ ഒരു വശം രണ്ടാമത്തെ സൈഡിനേക്കാൾ 2 meter കൂടുതലാണ്. അപ്പോൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ലെങ്ത് ആയിരിക്കും അല്ലേ കൂടുതൽ, ബ്രെഡ്ത്ത് അറിയില്ല. അറിയാത്ത ആൾക്ക് സാധാരണ നമ്മൾ പരമ്പരാഗതമായി കൊടുക്കുന്നൊരു പേര് എക്സ്. ഓക്കെ, യെസ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വീതി എക്സ് ആയിട്ട് കൊടുത്താൽ 2 meter കൂടുതലാണെന്ന് പറയുന്നു. അതായത് രണ്ടാമത്തെ സൈഡ്, അതായത് ലെങ്ത് നീളം എക്സിനേക്കാൾ 2 centimeter കൂടുതൽ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2 ആയി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ ഏരിയ അഥവാ പരപ്പളവ് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 48 meter square ആണ്. എന്താണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ? പരപ്പളവിൻ്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ 48 തന്നിരിക്കുന്നത്. ഓക്കെ, ലെങ്ത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് പ്ലസ് 2. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു ബ്രെഡ്ത്ത് ഓൾറെഡി കണ്ടുപിടിച്ചു, എക്സ് ആണ്. അപ്പോൾ ബ്രെഡ്ത്തിന് പകരം എക്സ് എന്ന് കൊടുത്തു. അതാണ് ഈ 48 എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എക്സ് നമുക്ക് ഇൻറ്റു അല്ലേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ഇൻറ്റു ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x ഇസ് ഈക്വൽ ടു 48. ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റണം, നമുക്ക് ജനറൽ ഫോമിലോട്ട് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഈ പ്ലസ് 48 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 48 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലേക്കായി. ഓക്കെ, ഇതിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതുന്നുണ്ട്. ഇതിന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. കുഞ്ഞു ആളുകളാണ്, കുഞ്ഞു നമ്പേഴ്സാണ്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 48 ഈസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കിക്കേ, 2 നമ്പേഴ്സ് കൂട്ടുമ്പോൾ 2 വരണം, അതായത് a പ്ലസ് ബി 2 വരണം. ഇനി അതേ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് 48 വരണം. അപ്പോൾ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് നമുക്ക് നോക്കിയേക്കാം. a പ്ലസ് ബി ചെയ്യുമ്പോൾ 2 വരണം, a ഇൻറ്റു ബി ചെയ്യുമ്പോൾ മൈനസ് 48. 6 ഇൻറ്റു 8 48 അല്ലേ, അവരുടെ വ്യത്യാസം 2 അല്ലേ. ഓക്കെ, അതായത് മൈനസ് 6 ഇൻറ്റു 8 48, മൈനസ് 48 വരും, അതുപോലെ തന്നെ മൈനസ് 8 ഇൻറ്റു 6 മൈനസ് 48 തന്നെ വരും. ഇതിൽ ആരാ ഉത്തരം?
ഇൻറ്റു ചെയ്യുമ്പോൾ -48 തന്നെ വരും. കൂട്ടുമ്പോൾ 2 വരണമെങ്കിൽ വലിയ സംഖ്യ പോസിറ്റീവ് ആയിരിക്കണം. അതായത് -6, 8 എന്ന് പറയുന്ന സെക്ഷൻ അല്ലെങ്കിൽ അവർ രണ്ടുപേരെയാണ് എടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് -6ഉം ബി എന്ന് പറയുന്നത് 8 എന്നും കിട്ടി. ക്ലിയർ ആണ്? ഇനി ഇത് ഐഡിയ വന്നില്ല, അയ്യോ മിസ്സേ ഇവിടെ വെച്ച് സ്റ്റക്കായി, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മൾ ഒത്തിരി മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ അങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി വരുന്നുണ്ടല്ലോ B² - 4AC വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ നമ്മൾ ഒരു ഐഡൻറ്റിറ്റിയിൽ അപ്ലൈ ചെയ്ത് തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ ഓർമ്മയില്ലേ? ഓക്കെ, അപ്പോൾ ഏതിൽ ചെയ്താൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റൂ കേട്ടോ. ഓക്കെ, ഇതാകുമ്പോൾ 2ഉം 48ഉം ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഏതെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത്, എന്നിട്ട് അത് ചെയ്താൽ മതി. കാരണം നമുക്ക് മറ്റു മെത്തേഡ് ചെയ്യുമ്പോൾ ടൈം കുറേ പോകും. ഇതാകുമ്പോൾ ടൈം അത്ര പോകത്തില്ല, പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എയും ബിയും കിട്ടി. ഇനി നമുക്ക് ആൻസർ ചെയ്താലോ? x + a ഇൻറ്റു x + b, അതായത് x - 6 ഇൻറ്റു x + 8 എന്ന് വന്നു. ഓക്കെ ആണോ? ഇതിൽ നിന്നും നമുക്ക് x കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, x - 6 0 ആവണം, അല്ലെങ്കിൽ x + 8 0 ആകണം. ഇതല്ലേ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത്? ഇതിൽ ഒരാൾ 0 ആവണം. അപ്പോൾ അതാ നോക്കാം, -6 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +6 ആകും, +8 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -8 ആവും. ഈ ഒരു സെക്ഷൻ, ഈ ഒരു സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ മൈനസ് ആണെങ്കിൽ x = +6 ആകും, ഇവിടെ +8 ആണെങ്കിൽ x = -8 ആകും. സൈൻ ചേഞ്ച് ആകും. ഇവിടെ നോക്കാം, എക്സിൻ്റെ വാല്യൂ 2 എണ്ണം വന്നിട്ടുണ്ട്, 6ഉം വന്നു, -8ഉം വന്നു. എല്ലാവരും നോക്കിക്കേ, ഈ എക്സ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ വീതിയാണ്, ബ്രെഡ്ത്ത് ആണ്. അത് നമ്മൾ എപ്പോഴെങ്കിലും മൈനസിൽ പറയോ? അളവുകൾ, ദൂരം, ഡിസ്റ്റൻസ്, മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ നെഗറ്റീവിൽ പറയാറുണ്ടോ? ഇല്ല. സോ നമുക്ക് -8 എടുക്കാൻ പറ്റില്ല. കണ്ടോ, -8 നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ നമ്മുടെ ആൻസർ ഈസ് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6. ഓക്കെ ആണോ? അതായത് ബ്രെഡ്ത്ത്, വീതി എന്ന് പറയുന്നത് എക്സ് ആയിട്ടാണ് എടുത്തത്. ദാറ്റ് ഈസ് എത്രയാണ്? 6 മീറ്റർ എന്ന് വന്നു. ഇനി ലെങ്ത്ത് കൂടി കണ്ടുപിടിക്കണം. ലെങ്ത്ത് എന്ന് പറയുന്നത് x + 2, അതായത് 6 + 2 എത്ര വന്നു? 8 മീറ്റർ എന്ന് വന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒത്തിരി മെത്തേഡ്സ് ഒക്കെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും വീണ്ടും മിസ് പറയുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുക. ഈ ചാപ്റ്റർ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, മിസ്സേ ഓരോ ക്വസ്റ്റ്യൻസും ഏത് മെത്തേഡിൽ ചെയ്യണം എന്ന് എങ്ങനെയാണ് മനസ്സിലാവാൻ വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ അതിൻ്റേതായ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മോർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഐഡിയ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത് ആ ഒരു ഇക്വേഷനിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് എന്താ, ഏതോ 2 നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ ഇന്നതാണ്, പ്ലസ് ചെയ്യുമ്പോൾ ഇന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് ആ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. നമുക്ക് അതൊരു പ്രാക്ടീസ് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ചില ക്വസ്റ്റ്യൻസില്ലേ ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ്സിൽ തന്നെ. പിന്നെ അടുത്ത സബ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് കൊള്ളാലോ അല്ലേ. പിന്നെ അടുത്ത് വരുമ്പോൾ ഒന്നുകൂടി രസമാണ്. നമ്മൾ ഈ നെല്ലിക്ക കഴിക്കുമ്പോൾ അല്ലേ, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്ന പോലെ ആദ്യം കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടാവും, പിന്നെ അതങ്ങ് കഴിച്ച് എന്താവും, അതൊരു മധുരത്തിലോട്ട് വരും കേട്ടോ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മെയിൻ നായകൻ അല്ലേ, പോളിനോമിയൽസിൻ്റെ ഹീറോയാണ് നമുക്ക് ഇതായി വന്നിരിക്കുന്നത്. അതായത് ദി സൊല്യൂഷൻ ഫോർ ദി ഇക്വേഷൻ ax² + bx + c = 0 എന്ന് പറയുന്ന ഒരു സമവാക്യം തന്നു കഴിഞ്ഞാൽ അവൻ്റെ എന്താണ് സൊല്യൂഷൻ അഥവാ പരിഹാരം എന്ന് പറയുന്നത്, അതായത് ആ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ -b ± √b² - 4ac/2a. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉറപ്പായിട്ടും SSLCക്ക് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എവിടെ എഴുതേണ്ട വരും? ആൻസർ ഷീറ്റിൽ എഴുതേണ്ട വരും, ഉറപ്പാണ് കേട്ടോ. അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ 100% ഷുവറായിട്ട് പറയാം, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, എ എന്ന് പറയുന്നത് x² കൂടെയുള്ള നമ്പർ, ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, സി എന്ന് പറയുന്നത് ആരുമില്ലാത്ത നമ്പർ. ഓക്കെ, കോൺസ്റ്റന്റ് ടൈം, ആരുമില്ല, എക്സ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നമ്പർ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the points at which the graph of the polynomials given below cross the x-axis. അതായത് ഈ ഒരു പോളിനോമിയൽ x-ആക്സിസിനെ മുറിച്ചു പോകുന്നുണ്ട്. ഓക്കെ, x-ആക്സിസിനെ മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ എക്സിലെ പോയിന്റ് എടുക്കുന്നു അല്ലെ. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ x-ആക്സിസിലെ പോയിന്റ് y എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എക്സ് കണ്ടുപിടിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോൾ എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, എഴുതിയോ? 2 സെക്കൻഡ് എഴുതാൻ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എടുത്ത് നോക്കിയേക്കാം. ഒരു പോളിനോമിയൽ ഞാൻ എഴുതുവാണ്. 2x² + ബാക്കി മറന്നുപോയി, നോക്കട്ടെ കേട്ടോ. 2x² + 7x - 1
2h² പ്ലസ് 7h - 1. ഇത് അവിടെ നോക്കിക്കേ, നേരത്തെ ചെയ്തതിൽ എല്ലാത്തിലും h² കോഎഫിഷ്യൻറ്റ് 1 ആയിരുന്നു കേട്ടോ, ഇവിടെ 2 വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ h is equal to -b എന്നാൽ ±√b² - 4ac/2a ഇട്ട് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആദ്യം ആ റൂട്ടിനകത്തുള്ള b² - 4ac കണ്ടുപിടിക്കാം. ഓക്കെ, എന്നാണ് b² - 4ac ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ടോട്ടൽ ഇക്വേഷനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം വേറൊന്നുമല്ല, മീൻസ് അതിൻ്റെ ഐഡിയ പറഞ്ഞു തരാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. b² - 4ac നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഉത്തരം വന്നു കഴിഞ്ഞാൽ അതിന് 2 ഉത്തരങ്ങൾ ഉണ്ടാകും, 2 സൊല്യൂഷൻ ഉണ്ടാകും, 2 പരിഹാരം ഉണ്ടാകും, അതായത് 2 ആൻസേഴ്സ് കിട്ടും. ഇനി b² - 4ac ആ റൂട്ടിനകത്തുള്ള മാത്രം ആളെ എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 വന്നു കഴിഞ്ഞാൽ, ഓക്കെ, എന്നാൽ 0 വന്നു കഴിഞ്ഞാൽ അവന് ഒരു സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു ഉത്തരം മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഇവൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി b² - 4ac എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആയാൽ, അതായത് ഈ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്ന റൂട്ട് -16 അല്ലെങ്കിൽ -17 നമ്മൾ നെഗറ്റീവ് ഇട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അടുത്ത വർഷമൊക്കെ നമ്മൾ പഠിച്ചു പോകും അല്ലേ. ഇപ്പോൾ തൽക്കാലം നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? നോ സൊല്യൂഷൻ, അവിടെ പരിഹാരം ഇല്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? പണ്ടേതോ സിനിമയിലൊക്കെ പറയുന്ന പോലെ അല്ലേ, ഇതിന് പരിഹാരം ഇല്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അല്ലേ. അതായത് b² - 4ac ഒരു പോസിറ്റീവ് നമ്പർ വന്നാൽ അതിന് 2 ആൻസേഴ്സ് വരും. b² - 4ac 0 വന്നു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ കിട്ടത്തുള്ളൂ. ഇനി അത് നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരമില്ല, ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ഓക്കെ ആണോ? അപ്പോൾ മിസ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നമുക്കൊന്ന് കണ്ടുപിടിച്ച് പോയേക്കാം. യെസ്, ഇവിടെ ആദ്യം നമുക്ക് b² - 4ac കണ്ടുപിടിക്കണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, h² കൂടെയുള്ള നമ്പറാണ് a, അതായത് a is equal to 2. എക്സിൻ്റെ കൂടെയുള്ള നമ്പറാണ് b, അതായത് b is equal to 7. ആൻഡ് c എന്ന് പറയുന്നത് -1, അതായത് x ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അല്ലേ, അവൻ സിംഗിൾ ആണ്, അവൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നമ്പർ c. ഇനി നമുക്ക് ആദ്യം b² - 4ac കണ്ടുപിടിക്കാം. b² - 4ac, b² b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 അല്ലേ. അപ്പോൾ 7² - 4ac, ദാറ്റ് ഈസ് 4 × a എത്രയാണ്? 2 × c എത്രയാണ്? -1. ഇനി 7ൻ്റെ സ്ക്വയർ 49, 49 ആണ് 7ൻ്റെ സ്ക്വയർ വന്നിരിക്കുന്നത്, -4 × 2 × -1, ദാറ്റ് ഈസ് -8 എന്ന് വരും. നോക്കിക്കേ, 49 മൈനസും മൈനസും അടുത്തടുത്ത് വന്നാൽ എന്താകും? +8 ആകും, ദാറ്റ് ഈസ് 57 എന്ന് വന്നു. b² - 4ac 57 വന്നു, അതായത് b² - 4ac ഒരു പോസിറ്റീവ് നമ്പർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അവന് 2 ആൻസേഴ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഭയങ്കര ഗുണമാണ് അല്ലേ, b² - 4ac കണ്ടുപിടിക്കുമ്പോൾ ആൻസർ പോസിറ്റീവ് വന്നാൽ നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ പറ്റും. അതെ, എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഉത്തരമല്ല, 2 ചാൻസ് ആണ് അല്ലേ, 2 വാല്യൂസ് വരുന്നുണ്ട് എക്സിന്. സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് മെയിൻ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എവിടെ? നമ്മുടെ മെയിൻ ഇക്വേഷൻ h is equal to -b ±√b² - 4ac ഡിവൈഡഡ് ബൈ 2a. എയും ബിയും സിയും എല്ലാവരും ആൻഡ് b² - 4ac എല്ലാവരെയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഒരു മിനിറ്റാ, നേരെ ഇക്വേഷനിലേക്ക് ഒന്ന് ഞാൻ ലൈൻ ഒന്ന് ഇട്ടോട്ടെ കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ നേരെ കൈകൊണ്ടായിരുന്നു വരച്ചിരുന്നത്, പക്ഷേ കൈകൊണ്ട് വരക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകുമ്പോൾ ഒരു ഇറിറ്റേഷൻ, നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ. ഓക്കെ, യെസ്, -b ബി എന്ന് പറഞ്ഞാൽ 7, അപ്പോൾ -b എന്ന് പറഞ്ഞാൽ -7 ±√b² - 4ac ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 57. കണ്ടോ, നമുക്ക് എളുപ്പമില്ലേ ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ നമ്മൾ ഈ റൂട്ടിനകത്ത് ഈ കാര്യങ്ങളെല്ലാം എഴുതേണ്ട വരും. അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ ഒരു രസമായിട്ട് തോന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചത് കേട്ടോ. ഡിവൈഡഡ് ബൈ 2a, അതായത് 2 × a എന്ന് പറയുന്നത് 2 തന്നെ, ദാറ്റ് ഈസ് -7 ±√57 ഡിവൈഡഡ് ബൈ 2 × 2 4. അതാ നോക്കിക്കേ, ഇവിടെ 2 ചാൻസ് ആണ് വരുന്നത് അല്ലേ, 2 ചാൻസ് ആണ് വരുന്നത്. അതായത് 7 -7 +√57/4 വരും,
-7 മൈനസ് റൂട്ട് 57/4 വരും. അതായത് പ്ലസ് ഓർ മൈനസ്, ഒന്നില്ലെങ്കിൽ പ്ലസ് വരും അല്ലെങ്കിൽ മൈനസ് വരും. മനസ്സിലായ? ഓക്കെ ആണോ? ഇത് എന്തിൻ്റെ വാല്യൂ ആണ് കിട്ടിയത്? എക്സിൻ്റെ വാല്യൂ. ഇനി നമ്മൾക്ക് ആൻസർ ചെയ്താലോ? ഇതാ നോക്കിക്കേ, നമുക്കതൊന്ന് മാറ്റിയേക്കാം. നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇതാ നോക്കാം. എക്സിൻ്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ -7 പ്ലസ് റൂട്ട് 57/4 അല്ലെങ്കിൽ -7 മൈനസ് റൂട്ട് 57/4. ഇവിടെ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ 0, അതായത് നമ്മുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x,0 ആണ് വരുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ദാ -7 പ്ലസ് അല്ലെ -7 പ്ലസ് റൂട്ട് 57/4, 0, കാരണം y 0 ആണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ആളാരാണ്? -7 മൈനസ് റൂട്ട് 57/4, 0. കണ്ടോ, 2 ചാൻസ് ആണ് വരുന്നത്. ഈ 2 ഉത്തരങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഏകദേശം ഒരു ഐഡിയ വന്നില്ലേ ചെയ്യേണ്ടത് എങ്ങനെയാന്ന്? സെറ്റ് അല്ലേ? പക്കാ ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വീണ്ടും b² - 4ac ഒക്കെ വരുന്ന നമ്മുടെ കൂട്ടുകാരൻ അല്ലേ, ഇവനെ ഫ്രണ്ടാക്കി വെച്ചോളൂ കേട്ടോ. കാരണം എന്തായാലും വരും ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് അവനെ ദേഷ്യപ്പെടുത്താനൊന്നും പാടില്ല. പഠിച്ച് മനസ്സിൽ ബ്രെയിനിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ വെച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ്. The perimeter of a rectangle is 42 meters and its diagonal 15 meter. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്, ചുറ്റളവ് തന്നിട്ടുണ്ട് 42 മീറ്റർ ആണ്. ആൻഡ് ഡയഗണൽ വികരണം തന്നിട്ടുണ്ട് എത്രയാണ്? 15 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് ആ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എടുത്ത് എഴുതിയേക്കാം. ഓക്കെ, അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. വീണ്ടും നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചതിനെ സ്റ്റാർട്ട് ചെയ്യാം. റെക്റ്റാങ്കിൾ പേര് കൊടുത്തേക്കാം ABCD. ഓക്കെ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ തന്നിട്ടുണ്ട് കേട്ടോ, വികരണം തന്നിട്ടുണ്ട് 15 മീറ്റർ. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? പെരിമീറ്റർ തന്നിട്ടുണ്ട്. അത് നമുക്ക് എഴുതിയേക്കാം. പെരിമീറ്റർ, ചുറ്റളവ്, പെരിമീറ്റർ 42 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ലെങ്ത്തും ബ്രെഡ്ത്തിനും ഞാൻ എന്താ എക്സ് എന്നും വൈ എന്നും കൊടുക്കുന്നു. രണ്ടുപേരെയും അറിയില്ല, രണ്ടുപേരെയും കണ്ടുപിടിക്കണേ. ഓക്കെ, അപ്പോൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 × L + B. ഈ 2 × L + B ആണ് 42 എന്ന് തന്നിരിക്കുന്നത്. അതായത് പെരിമീറ്റർ ചുറ്റളവ്. ദാറ്റ് ഈസ് 2 × ലെങ്ത്ത് ഞാൻ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? എക്സ്. അപ്പോൾ ലെങ്ത്ത് എക്സ് പ്ലസ് ബ്രെഡ്ത്ത് എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? വൈ. അപ്പോൾ x + y = 42 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇനി × 2 = ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇനി ഇവിടെ x + y മാത്രമേ ഉള്ളൂ. 42 / 2 എന്നാകും. ദാറ്റ് ഈസ് x + y = 21 മീറ്റർ എന്ന് കിട്ടി. അതായത് എക്സും വൈയും കൂട്ടുമ്പോൾ അല്ലെ, എക്സും വൈയും കൂട്ടുമ്പോൾ എനിക്ക് എന്ത് വരും? 21 മീറ്റേഴ്സ് എന്ന് വരും. ഓക്കെ, അത് ഞാനൊന്നും ഇവിടെ എടുത്ത് തരുന്നുണ്ട്. x + y എന്ന് പറയുന്നത് 21 മീറ്റർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് +x = അപ്പുറത്തോട്ട് കൊടുത്താൽ പോരെ? കാരണം നമുക്ക് എല്ലാം എക്സിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരണം അല്ലേ. y = 21 + x = അപ്പുറത്തോട്ട് പോകുമ്പോൾ -x ആകും. ദാറ്റ് ഈസ് ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ ആണ്. വൈ എന്ന് പറയുന്നത് 21 - x എന്ന് കിട്ടി. ക്ലിയർ ആണോ? ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടുമ്പോൾ എത്രയാണ്? 21 ആണ്. ഒരാൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കിട്ടാൻ 21 x മൈനസ് ചെയ്താൽ മതി. അങ്ങനെയും കണ്ടുപിടിക്കാം കേട്ടോ. അപ്പം ഞാനൊന്ന് എടുത്ത് എഴുതുന്നുണ്ടേ. ലെങ്ത്ത്, നീളം, അതായത് L, x മീറ്റേഴ്സ് ആണ്. ബ്രെഡ്ത്ത്, വീതി, അതായത് B എന്ന് പറയുന്നത് എത്രയാ? 21 - x ആണ്. ഈ രണ്ട് പേരെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിച്ചേക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എല്ലാവരും നോക്കിക്കേ. ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടിയോ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, ട്രയാങ്കിൾ ABC അല്ലേ. അപ്പോൾ ഞാൻ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കുവാണേ. ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു മട്ടത്രികോണം വരക്കാണ്.
ABC. ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് കർണം 90 ഡിഗ്രിക്ക് എതിരെ വരുന്നത് 15 മീറ്റേഴ്സ് ആണ്. ആൻഡ് ഇവൻ്റെ ബേസ് അതായത് പാദം ഓക്കെ എക്സ് ആണ്. ഇവൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വൈ ആണ്. വൈ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ബ്രെഡ്ത്ത് എത്രയാണ് 21 മൈനസ് എക്സ് ആണ് അല്ലേ. വൈക്ക് പകരം 21 മൈനസ് എക്സ് എന്ന് കൊടുത്തു. നേരെ എന്ത് ചെയ്യാം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താലോ. ഓക്കെ, ഞാൻ അപ്പുറത്ത് എഴുതുന്നുണ്ട്, കുറച്ച് സ്ഥലം വേണം കേട്ടോ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ മിസ് ചെയ്താൽ അപ്പുറത്തേക്ക് ഒന്ന് പോവാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലേ. ഇതാ നോക്കിക്കേ, ചിലപ്പോൾ ചില കുട്ടികൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്നുമില്ല, ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടില്ലേ. ഈ ഒരു റൂട്ട് ഈക്വൽ ടുവിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും, റൂട്ട് അവിടെ ഇല്ല, ഇവിടെ സ്ക്വയർ ആകും. സ്ക്വയർ കണ്ടോ. ഓക്കെ ആണോ. ഇത്രേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, അറിയാൻ പറ്റും എല്ലാവർക്കും. ഓക്കെ, നമ്മളത് 7ാം ക്ലാസ്സോ മുതലെന്തോ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, പൈതഗോറസ് തിയറം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കർണം ഇസ് ഈക്വൽ ടു എന്താണ്, ബേസ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ലംബം സ്ക്വയർ ആണ്. ഇനി ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ്, ഹൈപ്പോട്ടന്യൂസ് 15. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് എത്രയാണ്, എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് 21 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് വന്നു. മനസ്സിലായ. ഓക്കെ ആണോ. 15ന്റെ സ്ക്വയർ 225 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മിസ് അതുപോലെ തന്നെ എഴുതി പ്ലസ് 21 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ സൈഡിൽ ഇതാ ഇതുപോലെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. 21 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ ആണ്. എന്താണ് എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ എക്ക് പകരം 21, അപ്പോൾ 21 സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 21 ഇൻറ്റു ബിക്ക് പകരം എക്സ് പ്ലസ് ബി സ്ക്വയർ ബിക്ക് പകരം എക്സ് സ്ക്വയർ. ക്ലിയർ ആണോ. എല്ലാവർക്കും അറിയാൻ പറ്റൂ കേട്ടോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ എന്ന് എഴുതിയെടുക്കുക സൈഡിൽ. ഓക്കെ, എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും തിരിച്ചു വരാം. എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു മിസ്. എക്സ് സ്ക്വയർ എ സ്ക്വയർ അതായത് 21 സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു 21 ഇൻറ്റു എക്സ് പ്ലസ് ബി സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഈസ് 225 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 21ന്റെ സ്ക്വയർ 441 മൈനസ് 2 ഇൻറ്റു 21 ഇൻറ്റു എക്സ് അതായത് 2 ഇൻറ്റു 2 4 42 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ ആണോ. ഇതാ നോക്കിക്കേ, ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ 225 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറും കൂട്ടിയപ്പോൾ 2 എക്സ് സ്ക്വയർ ആയി. എന്താ നോക്കാം, ഈ ഒരു മൈനസ് 42 എക്സ് ഞാൻ ഇവിടെ എഴുതി പ്ലസ് 441 അതായത് എക്സുകൾ എല്ലാവരും ഒരുമിച്ച് എഴുതി കേട്ടോ. ഓക്കെ, ഇനി ആ 225 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം അല്ലെ, എല്ലാവരും ഒരു സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ആരുമില്ല. 2x സ്ക്വയർ മൈനസ് 42x പ്ലസ് 441 പ്ലസ് 225 അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 225 ആയി. ഓക്കെ, ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 42x ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 216 വരും കേട്ടോ. 216 എന്ന് വരും. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് 2x സ്ക്വയർ മൈനസ് 4x പ്ലസ് 216 ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലോട്ട് എത്തിയില്ലേ. ഇനി നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a ഇതിലിട്ട് കൊടുത്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ആണോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, ഇത് ഭയങ്കര സിമ്പിളാണ് ആക്ച്വലി. കുറച്ച് സ്റ്റെപ്സ് അല്ലെങ്കിൽ കുറച്ച് ആൻസേഴ്സ് കുറച്ച് വരുന്നുണ്ട്, അത് സത്യമാണ്, സമ്മതിച്ചിരുന്നു. പക്ഷേ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് എന്ത് തന്നു, ആ ഒരു ഡയഗണലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പൈതഗോറസ് തിയറത്തിലേക്ക് എത്തി. പൈതഗോറസ് തിയറത്തിൽ ആര് വരുന്നുണ്ട്, ഇവിടെ ഒരു ഐഡൻറ്റിറ്റി, ഇവിടെ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഐഡൻറ്റിറ്റി എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കി വരുമ്പോൾ എന്ത് കിട്ടും, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടും. ഓക്കെ ആണോ. ഇനി ഇവനിൽ നിന്നും എയും ബിയും സിയും എഴുതിയിട്ട് ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം. നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കണം. സ്റ്റാർട്ട് ചെയ്യാം. റെഡി. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിയേക്കാം, കഴിയാറായിട്ടോ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. 2x സ്ക്വയർ മൈനസ് 42 മൈനസ് ആണോ 42x
ഇവിടെ 4x എന്നാണ് മിസ് ചെയ്തത് 42x കേട്ടോ. ഓക്കെ 42x പ്ലസ് 216 ഈസ് ഈക്വൽ ടു 0. ഈ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ 42-ൽ 2 അങ്ങ് വിട്ടുപോയി. എന്താ സംഭവം എന്ന് അറിയാം. എനിക്ക് തോന്നാ 4 എഴുതിയിട്ട് 2 പോലെയല്ല എക്സ് ഇടുന്നത്, അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. എപ്പോഴും വിട്ടുപോകുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ എന്നാലും കാര്യമില്ല, പിന്നെ എന്താ ഇപ്പോഴും വിട്ടുപോയി. 42-ന് വരെ 4x എന്നായിട്ട് പോയി. ഓക്കെ യെസ്, ഇതിൽ നിന്നും എയും ബിയും സിയും എടുത്ത് എഴുതാം. b² - 4ac കണ്ടുപിടിക്കാം. നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യാലോ, ഓൾറെഡി അല്ലേ. ഓക്കെ എ എന്ന് പറയുന്നത് എച്ച് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ്, എച്ച് സ്ക്വയറിൻ്റെ കൂടെയുള്ളത് 2. ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, ഇവിടെ -42 ആണ് കേട്ടോ ബി വരുന്നത്. ഓക്കെ ആൻഡ് സി പറയുന്നത് എത്രയാണ്? 216. ഓക്കെ എല്ലാവരെയും കിട്ടിയല്ലോ. നേരെ ആൻസർ ചെയ്യാം. b² - 4ac കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലേ നമുക്ക് ഇവനെ എല്ലാവരെയും, ഇവിടെ 2 ഉണ്ട്, 42 2ൻ്റെ മൾട്ടിപ്പിളാണ്, 216 2ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇവനെ മൊത്തത്തിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലാ നമ്പേഴ്സും ഒന്ന് ചെറുതാവും. എന്നിട്ട് ചെയ്താലും ശരിയാണ് കേട്ടോ, അങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ മിസ് അങ്ങനെ ചെയ്തുകൂടെ? ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ എന്തായാലും എഴുതി പോയി, നേരെ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. യെസ്, അപ്പോൾ b² - 4ac, b² - 4ac, ബി എന്ന് പറയുന്നത് എത്രയാണ്? -42² -4ac, 4 × 2 × 216. വലിയ വലിയ നമ്പേഴ്സ് വരും കേട്ടോ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ചെറുതാവും പോളിനോമിയൽ. അപ്പോൾ നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് ആൻസറിലോട്ട് വരാൻ പറ്റും. ഓക്കെ അപ്പോൾ -42ൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. 17 64 മൈനസ് ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 17 28. ഞാൻ ഇൻറ്റു ചെയ്തൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ആൻസർ നേരെ എടുത്ത് എഴുതുവാണേ. ഇവരെ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 36 വരും അല്ലേ? കറക്റ്റ് 36 എന്ന് വരും. ഓക്കെ b² - 4ac ഒരു പോസിറ്റീവ് നമ്പർ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എത്ര പേരുണ്ട്? 2 പേരുണ്ട്. നമുക്ക് ഓൾറെഡി മൈൻഡിൽ അറിയാം അല്ലേ. നമുക്ക് നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് കൊടുക്കാം. x is equal to -b ± √b² - 4ac divided by 2a. ഓക്കെ ദാറ്റ് ഈസ് -b മൈനസ് ബി എന്ന് പറയുന്നത് -42. കണ്ടോ 2 മൈനസ് വന്നത് കണ്ടോ? ഒരെണ്ണം ഇക്വേഷനിലുള്ള മൈനസ് ആണ്, ഒരെണ്ണം ബി എന്ന് പറയുന്നതിൻ്റെ മൈനസ് ആണ്. ± √b² - 4ac, b² - 4ac കണ്ടുപിടിച്ചു അല്ല? എത്രയാണ്? 36 ഡിവൈഡഡ് ബൈ 2a. 2 × a എത്രയാണ്? 2 തന്നെയാണ്. ദാറ്റ് ഈസ് ആ മൈനസ് എന്താവൂടാ? +42 ആവും അല്ലേ? ± √36 അറിയാം 6 ഡിവൈഡഡ് ബൈ 2 × 2 4. ഇനി നമുക്ക് 2 ചാൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഇവനെ. 2 ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ 42 + 6/4 അല്ലെങ്കിൽ 42 - 6/4 എന്ന് വരും. ഓക്കെ 42 + 6 48/4 അതായത് 12 മീറ്റർ എന്ന് വരും. എല്ലാന്നുണ്ടെങ്കിൽ ഇതാ 42 - 6 അതായത് 36/4 എത്ര വന്നു? 9 മീറ്റർ എന്ന് വന്നു. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ എക്സിൻ്റെ വാല്യൂ ആണ് 12ഉം 9ഉം വന്നിരിക്കുന്നത്. രണ്ടുപേരും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ലെങ്ത് ആയിരിക്കും വലുത് അല്ലേ. അപ്പോൾ 12ഉം വന്നു 9ഉം വന്നു, ഏതായിരിക്കും വലുത്? 12 അല്ലേ. ലെങ്ത് എന്ന് പറയുന്നതാണ് നമുക്ക് വലുതായിട്ട് എടുക്കുക. അപ്പോൾ നീളം അത് എക്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 മീറ്റർ കിട്ടി. ഇനി വീതി എത്രയാണ്? 21 - x ആയിരുന്നു വീതി. ബ്രെഡ്ത്ത് വീതി y ആണ്. y ഓൾറെഡി കണ്ടുപിടിച്ചു, അത് 21 - x ആണ്. 21 - 12 എത്ര തന്നെ വരൂടാ? നമ്മുടെ 9 തന്നെ വരും. കണ്ടോ? ഓക്കെ തിരിച്ചും മറിച്ചും ചെയ്താൽ കറക്റ്റ് ആൻസേഴ്സ് തന്നെ വരും. ഓക്കെ ഇനി നിങ്ങൾക്ക് ലെങ്ത്തിന് അപ്പോൾ 9 എടുത്തൂടെ മിസ്സേ? എടുക്കാൻ പറ്റത്തില്ല. കാരണം ആക്ച്വലി നോക്കുമ്പോൾ രണ്ടുപേരും കറക്റ്റ് ആൻസർ എക്സിൻ്റെ വാല്യൂ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ലെങ്ത് ഒന്ന് നീളം എന്ന് പറയുന്നത് വലുതായിരിക്കും ബ്രെഡ്ത്തിനേക്കാൾ. നീട്ടം അല്ലെ, നീളം കൂടുതൽ, ലെങ്ത് കൂടുതൽ, അളവ് കൂടുതൽ എന്തിനാണ്? ലെങ്ത്തിനാണ്. അതുകൊണ്ട് നീളമായിരിക്കും 12 എടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ആൻസർ വരും കേട്ടോ. ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണോ? സെറ്റാണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായോ? സെറ്റാണോ? ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. മിസ് നേരത്തെ പറഞ്ഞതുപോലെ പൈതഗോറസ് തിയറം വരുന്നുണ്ട്, ഐഡൻറ്റിറ്റി വരുന്നുണ്ട്, b² - 4ac വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നത് ഒഴികെ ബാക്കിയല്ല അതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഓക്കെ സെറ്റാണോ? ഓക്കെ ആണോ? ഇനി
നമ്മുടെ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആദ്യം മുതൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു അഡീഷണൽ ഒരു കാര്യം കൂടി മിസ്സും തന്നേക്കാം. ഓക്കെ, കാരണം വേറെ ഒന്നല്ല, ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, എന്നാലും ഒന്ന് തന്നേക്കാം. മിസ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരാം കേട്ടോ. നേരത്തെ കുറച്ച് കണ്ടീഷൻസ് എഴുതിയില്ലേ, എവിടെ കണ്ടീഷൻസ്? ഓക്കെ, b² - 4ac പോസിറ്റീവ് വന്നാൽ 2 സൊല്യൂഷൻ ഉണ്ടാവും. അതെ, നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്ത 2-3 ക്വസ്റ്റ്യൻസ് അല്ലേ, b² - 4ac ഒരു പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ 2 ആൻസേഴ്സ് സഹിതം വന്നിട്ടുണ്ടായിരുന്നു. b² - 4ac ഒരു 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഉത്തരവേ കിട്ടത്തുള്ളൂ, അതായത് റൂട്ടിനകത്ത് 0 ആയി പോകും. അപ്പോൾ ആ ടേം എടുക്കേണ്ടാവില്ല. +or - 0 അതങ്ങ് +or - ഒന്നുമില്ല, മുന്നിൽ കിടക്കുന്ന ആൻസർ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി b² - 4ac നെഗറ്റീവ് വരുന്ന ഒരു കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലെ തന്നെ ഒരു ഇക്വേഷനാണ് ഞാൻ തരാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ. h² - 14h + 66 = 0. ഓക്കെ, ഇവിടെ നിന്നും നമുക്ക് ആ b² - 4ac ഒന്ന് കണ്ടുപിടിക്കാം. എനിക്ക് എക്സിൻ്റെ എന്താണ് സൊല്യൂഷൻ വേണം, ഇതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കണം, അതായത് എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. x = -b +or -√b² - 4ac/2a ആണെന്ന് അറിയാം. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? b² - 4ac കണ്ടുപിടിക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ a എന്ന് പറയുന്നത് h² കോയിഫിഷ്യൻറ്റ് 1, b എന്ന് പറയുന്നത് x-ൻ്റെ കോയിഫിഷ്യൻറ്റ് -14, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടൈം 66. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് b² - 4ac കണ്ടുപിടിക്കാം. b² - 4ac b² - 4² -4 × 1 × 66, അതായത് 4ac. ദാറ്റ് ഈസ് എത്ര വന്നു? -14. ഒരു മിനിറ്റ്. ഓക്കെ, -14ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 196 മൈനസ് എത്രയാണ്? 4 × 1 × 66, ദാറ്റ് ഈസ് 264 എന്ന് വരും. ഓക്കെ, ഇവർ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ -68, അതായത് ഒരു നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, അതായത് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും വരുന്നത്. അതായത് നോക്കിക്കേ, 196 ഒരു പോസിറ്റീവും ഇവനൊരു നെഗറ്റീവാണ് അല്ലേ, 264 നെഗറ്റീവാണ്. അപ്പോൾ രണ്ടും വേറെ വേറെ ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ എത്രയാണ്? 68. 68ന് എന്ത് ചെയ്യുക? മൈനസ് ഇട്ട് കൊടുക്കുക. വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? നെഗറ്റീവ് എന്ന് വരും. അതുകൊണ്ട് b² - 4ac ഒരു നെഗറ്റീവ് വന്നാൽ നമുക്ക് എന്ത് പറയാം? ഉത്തരം കിട്ടുമോ? -b +or -√b² - 4ac ഇട്ട് കൊടുത്താൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? b + 4ac നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ സൊല്യൂഷൻ ഇല്ല, പരിഹാരം നമുക്ക് ഉണ്ടാവത്തില്ല. സോ നമുക്ക് ബാക്കി ചെയ്ത് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നോ സൊല്യൂഷൻ, ബിക്കോസ് b² - 4ac എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പർ വന്നു. അതുകൊണ്ട് ഇവന് എക്സിന് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അതാണ് ഈ b² - 4ac ആദ്യം കണ്ടുപിടിക്കുന്നതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും എന്ത്? പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ 2 ഉത്തരം വരുന്നുണ്ട്, 0 വന്നാൽ 1 ഉത്തരമേ കിട്ടുള്ളൂ, നെഗറ്റീവ് വന്നാൽ നമുക്കിനി ബാക്കി ചെയ്ത് നോക്കേണ്ട തന്നെ ആവശ്യം വരുന്നില്ല, ആൻസർ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ബാക്കിയൊന്നും പഠിക്കേണ്ട എന്നല്ല, പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. ഈ ഒരു ചാപ്റ്റർ വീണ്ടും വീണ്ടും പറയുന്നത് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് പതിയെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. വീണ്ടും പറയുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ചെയ്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോളിനോമിയൽ കാണുമ്പോൾ തന്നെ ഐഡിയ മനസ്സിലേക്ക് വരുമോടോ, അതങ്ങനെയാണത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, സീ യു, താങ്ക് യു.